ഗിരിയെ കണ്ടതോടെ അരുണിമ കാണാത്ത പോലെ വേലിക്കെട്ടിൽ പടർന്നു വന്നിരുന്ന മുല്ലപ്പൊട്ടുകൾ നുള്ളി നിൽക്കുന്നത് പോലെ കാണിച്ചു. എടിയടി, എന്താണ് നീ എന്നെ കണ്ടപ്പോൾ അവിടെ തന്നെ തമ്പടിച്ച് നിന്ന് കളഞ്ഞത്? ഗിരി പല്ലിനടിയിൽ ഈർക്കിലി കുത്തിക്കൊണ്ട് ചോദിച്ചു. ഗിരിയേട്ടനിവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. താൻ പറയുന്നത് ഗിരി വിശ്വസിക്കില്ലെന്ന് അറിയാമെങ്കിലും അരുണിമ ചുമ്മാ ഒരു കള്ളം പറഞ്ഞു. നീ എന്നെ അധികം ആക്കല്ലേ, പുന്നാരം പൊളിമുട്ട് വന്നാട്ടെ. നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഗിരി അവളോട് ധൃതി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അരുണിമ കൈയിലെ മുല്ലമുട്ടുകൾ നിലത്ത് വീഴാതെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഗിരിയുടെ അടുത്തേക്ക് ചെന്നു. ഇന്ന് പ്രവി വന്നിരുന്നോ? അരുണിമ തല താഴ്ത്തി മൂളി. എന്നിട്ട് നീ അവനെ അധിക്ഷേപിച്ചു വിട്ടു എന്നാണല്ലോ അവൻ്റെ സംസാരം. ഏയ് എടി, നാളെ നിന്റെ ഭർത്താവാകാൻ പോകേണ്ട ആളാ ഈ പ്രവി. നീ എന്തിനാ വെറുതെ അവൻ്റെ മനസ്സ് സൂക്ഷിക്കുന്നത്? ദേ, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും കേട്ടോ. മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്നെ പോക്ക് ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും. ഗിരിയുടെ വർത്തമാനം കേട്ടപ്പോൾ അരുണിമയ്ക്ക് ചൊറിഞ്ഞു കയറി. അവൾ ഉമ്മറത്തെ കസേരയിലേക്ക് ബാഗ് ഒറ്റ ഏറെറിഞ്ഞ് ഗിരിയോട് പറഞ്ഞു. എന്നാ ഇനി തൊട്ട് ഞാൻ പോണില്ലേട്ടാ. കുറേ നാളായി ഞാൻ ഈ ഡയലോഗ് കേൾക്കാം. ഏട്ടൻ പോയിക്കോ. ഏട്ടൻ നല്ലൊരു ജോലിക്ക് പോയി ഈ കുടുംബം നന്നായിട്ട് നോക്കി ജീവിക്കാൻ പഠിക്കേ. അല്ലാണ്ട് കണ്ണി കണ്ട കള്ളും കഞ്ചാവും കയറ്റിക്കൊണ്ട് നടക്കല്ലേ. എടി നിന്നെ ഞാൻ. ഗിരി അരുണിമയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. എടാ അവളെ വിട്. എടാ റോഡാ. അമ്മ അടുക്കളയിൽ നിന്നും ഓടി വന്നു. ഇവൾക്ക് നാവൻ ഇത്ര നീളോ? കുറെ നാളായി ഇതൊന്ന് അരിയണമെന്ന് വിചാരിച്ച് നടക്കാം. എടാ ഗിരി, വിടാനല്ല പറഞ്ഞത്. ഗിരി അരുണിമയെ വിടുന്ന ലക്ഷണമില്ല. അവളുടെ മുടിക്ക് പിടിച്ച് കറക്കിക്കൊണ്ടിരുന്നു ഗിരി. നീയേ ഞാൻ പറഞ്ഞത് കേട്ടാ മതി. പിന്നെ ഇപ്പോൾ പറഞ്ഞത് അങ്ങനെ കള്ളും കഞ്ചാവും നിർത്തി കുടുംബം പോറ്റാൻ എനിക്ക് സൗകര്യമില്ലടി. നിന്നെ കുപ്പിയും പട്ടയും പെറുക്കിക്കൊണ്ട് പോകുന്ന പോലെ കൊണ്ടുപോയിക്കളാന്ന് എന്നോട് പ്രതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ പോയാ തളയെ പണിക്ക് വിട്ടിട്ടായാലും ഞാൻ കഞ്ഞി കുടിക്കും. ഒരുപാട് മുലത്തല്ലേ മോളെ. ഗിരി മുട്ടിക്കെട്ടിൽ ആഴ്ന്നമർത്തി വേദന കൊണ്ട് അരുണിമ കുളഞ്ഞു. ഉണക്കാനിട്ടിരുന്ന വിറകിൽ നിന്ന് കനം കൂടി വന്നെടുത്ത് ഓടി വന്ന് ഗിരിയുടെ പുറത്ത് ആഞ്ഞടിച്ചുകൊണ്ട് അമ്മ പെട്ടെന്ന് പിറകിലേക്ക് പിന്മാറി. ഗിരി അരുണിമയുടെ പിടുത്തം വിട്ടു. എന്താ ഗിരി, ഒന്നും മിണ്ടാതിരിക്കുന്നീ? എപ്പോ നോക്കിയാലും. അയൽപ്പക്കത്തെ നാരായണേട്ടൻ വന്ന് നോക്കി വിളിച്ചു പറഞ്ഞു. ദേ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ കാര്യം നോക്കിയാൽ മതി, ഇങ്ങോട്ട് കയറാൻ നോക്കണ്ട. ഗിരി ദേഷ്യത്തോടെ അയാളുടെ മെക്കിട്ട് കയറിക്കൊണ്ട് കൈയെടുത്ത് പറഞ്ഞു. അയാൾ പിന്നെ കമ എന്നൊരു അക്ഷരം പറഞ്ഞില്ല. അവിടെ നിന്നും അമ്മയെ തിരിഞ്ഞൊരു നോട്ടം നോക്കിയ ഗിരി. എന്നിട്ട് അടുത്ത് വന്ന് ചൂണ്ടുവിരൽ ചൂണ്ടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. വച്ചിട്ടുണ്ട് തള്ളേ, സമയമായിട്ടില്ല. ഗിരി അരുണിമയുടെ നേർക്ക് പിന്നെയും ചെന്നു. എന്നിട്ട് കണ്ണുരുട്ടുകൊണ്ട് പറഞ്ഞു. അധികം വൈകാതെ നിന്റെ പ്രേവിയുടെയും കല്യാണം നടത്തും ഞാൻ. ചോദിക്കാനും പറയാനും ആരാ വരട്ടെ, അതൊന്ന് കാണണമല്ലോ. ഗിരി ദേഷ്യത്തോടെ പല്ലും ഞെരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. അരുണിമ അമ്മയുടെ മുഖത്തേക്ക് കണ്ണീര് തുറച്ചുകൊണ്ട് നോക്കി. അവളുടെ മാറിലേക്ക് ചാഞ്ഞുകൊണ്ട് നെഞ്ചു പൊട്ടി കരഞ്ഞു. രാത്രി ദീപുവിന്റെ വക ചിലവായിരുന്നു മഹിക്ക്. മുന്നേ പറഞ്ഞ വാക്കാണ് ദീപു ഇപ്പോൾ പാലിക്കുന്നത്. ഹോട്ടൽ പ്ലാസയിൽ നിന്നാണ് മഹി ദീപുവിന് ബിരിയാണി ഓർഡർ ചെയ്തത്. അതും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീപുവിനോട് മഹി അന്ന് വൈകിട്ട് ബസ്സിൽ വെച്ചുണ്ടായ അരുണിമയുടെ സന്തോഷത്തിന്റെ എക്സ്പ്രഷനെ കുറിച്ച് എത്ര പറഞ്ഞിട്ട് തീരുന്നില്ലായിരുന്നു. ചേച്ചി ഭാഗ്യവതി കേട്ടോ, നിങ്ങളെപ്പോലുള്ള ഒരാളെ സ്നേഹിക്കാൻ കിട്ടിയില്ലേ. ഇനി കാര്യങ്ങൾ കൂടുതൽ വച്ചു നീട്ടുണ്ടായെന്നാ എൻ്റെ അഭിപ്രായം. ലെഗ് പീസ് എടുത്ത് കടിച്ചു പിടിച്ച് മഹി കുഴഞ്ഞു പറഞ്ഞു. നീ ആദ്യം ഇറക്ക്, അല്ലെങ്കിൽ തൊണ്ടേ കുടുങ്ങി ചാകും. ഇറക്കി ഇനി പറയാലോ. മഹി വെള്ളമെടുത്ത് മൂന്തിക്കഴിഞ്ഞ് പറഞ്ഞു. ദീപുവേട്ടാ, കാര്യങ്ങൾ താമസിപ്പിക്കണ്ട എന്ന്. വേഗം ചേച്ചിയെ കെട്ടി ഹണിമൂൺ ട്രിപ്പൊക്കെ പോയിട്ട് വന്നേ. നീ ഒന്നും മിണ്ടാതിരുന്നേ മഹി. അമ്മയുടെ മുഖം ഓർക്കുമ്പോഴാണ് എനിക്ക്. അപ്പോൾ കെട്ടാനുള്ള ഭാവമല്ലേ നിങ്ങൾക്ക്? അതോ സിനിമയിലെ പോലെ പാട്ടും പാടി നടക്കാനാണോ ഭാവം? എടാ, അരുണിമയെ ഞാൻ തന്നെ കിട്ടും. പക്ഷെ അത്ര പെട്ടെന്ന് പറ്റില്ലെന്നാ. എല്ലാവരുടെയും സമ്മതം വേണ്ടേ? ദീപുവേട്ടൻ വീട്ടിൽ സമ്മതിച്ചാലും ഗിരി എന്തൊരു മുതൽ അവിടെ ഉണ്ടല്ലോ ദീപുവേട്ടാ, മഹി പറഞ്ഞു. ആ, അതും കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ എടുത്തു ചാടിയിട്ട് എന്താ കാര്യം? അല്ല, പറഞ്ഞു തീർന്നില്ലല്ലോ. ദേ ഗിരിയേട്ടൻ ഇങ്ങോട്ട് കയറി വരുന്നേ. ദൈവമേ, ഇനി എല്ലാം പറഞ്ഞിട്ട് തല്ലാനുള്ള വരവാണോ? എങ്കിൽ ദേ ഈ ബിരിയാണി തിന്ന് തീർന്നിട്ട് തല്ലിയാൽ മതിയെന്ന് ഗിരിയേട്ടനോട് പ്രത്യേകം പറഞ്ഞേക്കണേ, മഹി സ്വരയിടറിക്കൊണ്ട് പറഞ്ഞു.